السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على نبي الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. صدق الله العظيم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിലും നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും സർവശക്തൻ നമുക്കെല്ലാം മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഇനി നമുക്ക് ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ തൃപ്തിയിലായി വിനിയോഗിക്കാൻ നമുക്കെല്ലാം അവസരം നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്ത് മുഴുവൻ മാനവരിലും അല്ലാഹു സമാധാനവും സന്തോഷവും ശാന്തിയും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. ആരോഗ്യമുണ്ടെങ്കിലേ എന്തും നടക്കുള്ളൂ. വിദ്യാഭ്യാസം നേടണമെങ്കിൽ ആരോഗ്യം വേണം, സമ്പാദ്യം നേടണമെങ്കിൽ ആരോഗ്യം വേണം, തൊഴിലെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം, ജീവിതത്തിൽ അധികാരങ്ങൾ കൈയാളണമെങ്കിൽ, അധികാരം നിലനിർത്തണമെങ്കിൽ ഒക്കെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആരോഗ്യമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് ആരോഗ്യമില്ലാത്ത ഒരാളിന് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. ആരോഗ്യമില്ലാത്ത ഒരാളിന്റെ കയ്യിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വിനിയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യന്. പരിശുദ്ധ ഇസ്ലാമിൽ ആത്മീയമായ കാര്യങ്ങളിലും ആരോഗ്യം ഒരു പ്രധാനമാണ്. നിസ്കരിക്കണമെങ്കിൽ ആരോഗ്യം ആവശ്യമാണ്, നോമ്പെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ആരോഗ്യം വേണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു സത്യവിശ്വാസിക്ക് ആരോഗ്യം വളരെ പ്രധാനമാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതും ഒരു മുസ്ലിമിന്റെ വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് ആത്മീയമായൊരു കാര്യമോ ഭൗതികമായൊരു കാര്യമോ ചെയ്യാൻ പാടില്ല എന്ന് പോലും ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ലം യുഅത അഹദുൻ ഷൈഅൻ ബഅദൽ ഈമാനി വൽ യഖീൻ. ഒരാളിന് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ്, അഥവാ ഏകനായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള അവസരമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ ഇല്ല. എന്നാൽ അത് കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തല്ല, സൗന്ദര്യമല്ല, അധികാരമല്ല, വിജ്ഞാനവുമല്ല, മറിച്ച് ലം യുഅത അഹദുൻ ബഅദൽ ഈമാനി ഷൈഅൻ ഖൈറൻ മിനൽ ആഫിയ. ആഫിയത്തിനേക്കാൾ, സൗഖ്യമുള്ള ജീവിതത്തെക്കാൾ, ആരോഗ്യമുള്ള ജീവിതത്തെക്കാൾ ഒരു വിശ്വാസിക്ക് ഭൂമിയിൽ കിട്ടാൻ വലിയൊരു അനുഗ്രഹം വേറെയില്ല. സമ്പത്തിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ, അധികാരത്തെക്കാൾ, എല്ലാത്തിനേക്കാളും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ള സമ്പത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണേ. പരിശുദ്ധ റസൂലിന്റെ നിത്യമായ പ്രാർത്ഥനകളിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപങ്ങളിൽ നിന്നുള്ള മാപ്പിനെ ചോദിക്കുന്നു, വൽ ആഫിയത, ഞാൻ പിന്നെ നിന്നോട് ആരോഗ്യത്തെയും ചോദിക്കുന്നു. എപ്പോഴും ആരോഗ്യമുള്ള ജീവിതത്തിന് വേണ്ടി, സൗഖ്യമുള്ള ജീവിതത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ കൃത്യമായി പാലിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. വ്യായാമമാണ് അതിനാവശ്യം, വേണമെങ്കിൽ അത് ചെയ്യണം. റെസ്റ്റ് എടുക്കണമെങ്കിൽ അത് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം. മിതമായ ഭക്ഷണം ഒരു മുസ്ലിമിന് അത് വളരെ ആവശ്യമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പരിശോധിച്ചാൽ അല്ലാഹു തആല ഭക്ഷണം കഴിക്കാൻ നമ്മോട് പറയുന്നതിന്റെ ഒരു ശൈലിയുണ്ട്. വളരെ മനോഹരമായ ഒരു രീതിയാണ്. ഇസ്ലാമിലെ ആരോഗ്യ ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ നമുക്കെടുത്ത് പറയാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതാണ്. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആദമിന്റെ മക്കളെ, നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എത്തുമ്പോൾ നിങ്ങൾ മനോഹരമായി എത്തുക. എന്റെ തുടക്ക ഭാഗം അങ്ങനെയാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ എത്തുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് എവിടെയാണ്? പള്ളിയിലാണ്. കല്യാണത്തിനല്ല, ആഘോഷങ്ങൾക്കല്ല, അല്ലെ? ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചാൽ അത് ആദ്യം ധരിച്ചുകൊണ്ട് വരേണ്ടത് പള്ളിയിലേക്കാണ്. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നിന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം നീ ധരിക്കേണ്ടത്. പള്ളിയിൽ കള്ളിമുണ്ടും അല്ലെങ്കിൽ മോഡല് ഏതെങ്കിലൊക്കെ വരയും കുറിയും അതൊക്കെ ഉള്ളതും വിവാഹങ്ങൾക്കും സൽക്കാരങ്ങൾക്കൊക്കെ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രവും ഒരു മുസ്ലിം പള്ളിയിൽ വരുമ്പോൾ അവൻ ധരിക്കുന്ന വസ്ത്രം, അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, പള്ളിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അലങ്കാരത്തോടെ വരിക, നല്ല വൃത്തിയോടുകൂടി. അടുത്ത സഹോദരങ്ങളുടെ മുന്നേ അടുത്തുനിന്ന് നിസ്കരിക്കേണ്ടതാ. നിന്റെ വാസന അവന് ബുദ്ധിമുട്ടാകരുത്, നിന്റെ വസ്ത്രധാരണ അവന് പ്രയാസമുണ്ടാക്കരുത്. മനോഹരം. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ഭാഗം പറഞ്ഞത് എന്താണ്? വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. കുലൂ വശ്റബൂ. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, അത് അലങ്കാരത്തോടെ ഭംഗിയോടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണേ എന്നിട്ട് അള്ളാഹ് പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞെന്താണ്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കണേ എന്നാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം. ഉടനെ അല്ലാഹ് ഒരു പോയിന്റും കൂടി ചേർത്തത് എന്താ? വലാ തുസ്രിഫൂ. പക്ഷേ നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, നിങ്ങൾ ദൂർത്തടിക്കരുതേ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹ് ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. മഹാന്മാർ പറയുന്നത് കാണാം, ആരോഗ്യ സംരക്ഷണം എന്താണെന്ന് ഖുർആനിന്റെ ഈ പകുതി ആയത്തിൽ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ഭാഗം മാത്രം മതി ഒരു മുസ്ലിം എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം എന്നുള്ളത് എന്നാണ്. ജപ്പാനിലെ ഒരു ഭാഗത്ത് കുറെ ആളുകളുണ്ട് എന്ന് ഒരു ചരിത്രകാരൻ വിശദീകരിക്കുന്നുണ്ട്. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടുത്തെ ആളുകൾക്ക് 120 വയസ്സാണ് അവരുടെ ആയുസ്. 120 വയസ്സ് വരെ ജീവിക്കും. ഈ 120 വയസ്സെന്ന് പറഞ്ഞാല് 80 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിളവന്മാരാ എഴുന്നേക്കാൻ വയ്യാതെ ജീവിക്കുന്നവരല്ല. മറിച്ച് 120 വയസ്സ് വരെ അവർ ആക്റ്റീവ് ആയിരിക്കും. അവർ ജോലി ചെയ്ത് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കും. അത്രയും വലിയ ആയുസ്. ഒരു ചരിത്ര പണ്ഡിതൻ എന്തുകൊണ്ട് അവർക്ക് ഇത്രയും വലിയ ആയുസ് കിട്ടുന്നു എന്ന് അവർ ഗവേഷണം നടത്തി. എന്നിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരും ഇക്കിഗായ് എന്നാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അവർ 120 വയസ്സ് വരെ നല്ല ആയുസ്സോടെ ജീവിക്കുവാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരുടെ ജീവിത ശൈലി, അവരുടെ തൊഴില്, അവരുടെ പെരുമാറ്റ രീതിയിലൊക്കെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അവർ വയറിന്റെ 80% മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ആരോഗ്യം 120 വയസ്സ് വരെ എന്തുകൊണ്ട് അവർ ജീവിക്കുന്നു എന്ന ആരോഗ്യത്തോടു കൂടി അവർ എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവരുടെ എപ്പോഴും ഹാപ്പിനെസ് ആണ്. അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനൊന്നുമില്ല. അവർക്ക് ഈ നല്ല ആരോഗ്യത്തെ വ്യായാമം ചെയ്തുകൊണ്ട് ജീവിക്കും, നല്ല തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്, വിയർക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ വയറിന്റെ 80% ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളത്.
അപ്പൊ അതുമായി ചേർത്ത് വെക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് ചേർത്ത് വായിച്ചാൽ അതിനേക്കാൾ മുകളിലാണ് തങ്ങൾ പറഞ്ഞ വാക്ക്. ഹസ്ബ ബിനി ആദം ലുഖൈമാതുൻ യുഖ്ന സുൽബ. ഒരു മനുഷ്യന് അവന്റെ നടുവിനെ നിവർത്തുവാൻ വേണ്ടിയുള്ള ഒരല്പ ഭക്ഷണം മാത്രം മതി ഒരു മനുഷ്യന്. ഇനി അഥവാ അതിനേക്കാൾ കൂടുതൽ അവൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ വയറിന്റെ 1/3 ഭാഗം അവൻ ഭക്ഷണം കഴിച്ചു കൊള്ളട്ടെ, വയറിന്റെ 1/3 ഭാഗം അവൻ വെള്ളം കുടിച്ചു കൊള്ളട്ടെ. അപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഇനി ഒരു 1/3 ഭാഗമുണ്ടല്ലോ, ഇനി 1/3 ഭാഗമുണ്ടല്ലോ നബി, അതെന്തിനാണ്? അതവന് ശ്വാസം വിടണ്ടേ. 1/3 ഭാഗം വയറ് നിറച്ച് മൊത്തവും കഴിച്ചിട്ട് ശ്വാസം മുട്ടണെന്തിനാണ്? അല്ലെ, 1/3 ഭാഗം ഭക്ഷണം കഴിച്ച് 1/3 ഭാഗം വെള്ളം കുടിച്ചിട്ട് ബാക്കി 1/3 ഭാഗം ശ്വാസം വിടാൻ ഇവന് വിട്ടുകൊള്ളട്ടെ എന്ന്. ആധുനികത്തിൽ 120 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഗവേഷണം ചെയ്തപ്പോൾ ആ ചരിത്രകാരൻ പറഞ്ഞത് അവർ വയറിന്റെ 80% ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന എങ്ങനെയാണ്? കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ കഴിക്കുക, കുടിക്കുക, പക്ഷേ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, ദൂർത്തടിക്കരുത്. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. നമ്മളെ കേരളത്തിലെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ വിവാഹങ്ങൾ, സൽക്കാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഒന്ന് പറഞ്ഞു ആലോചിച്ചു നോക്കിയൻ, ഏറ്റവും കൂടുതൽ ദൂർത്തടിക്കുന്ന കേരളത്തിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇത്രയും വലിയ ആദർശവും ഇത്രയും വലിയ പഠനങ്ങളും ഇത്രയും വലിയ ശാസ്ത്രമൊക്കെ പറയുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും വക്താക്കളായ ഞാനും നിങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂർത്തടിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. 1000 പേര് പങ്കെടുക്കേണ്ട വിവാഹ സൽക്കാരത്തിന് 2000 പേരുടെ ഭക്ഷണം, 2000 പേര് പങ്കെടുക്കേണ്ട വിവാഹ സൽക്കാരത്തില് 3000 പേരുടെ ഭക്ഷണം. കഴിച്ചിറങ്ങിയിട്ടെന്ന് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നിക്ക? അൽഹംദുലില്ലാഹ്, സൂപ്പർ അല്ലേ? ഇത് കേൾക്കുമ്പോ മനസ്സൊക്കെ ഒരു സന്തോഷം. അതിനു വേണ്ടി 10 പേര് പറയണം അവന്റെ കല്യാണം അല്ലെ, മേവിയിൽ നടന്ന കല്യാണാണ്, അതാണ് 1.5 കല്യാണം അല്ലെ. ഫ്രണ്ടിൽ എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ, എന്തൊക്കെയായിരുന്നു കൊടുത്തത്, ഇത് പറയാൻ വേണ്ടിയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, മുഴുവനും കണക്ക് പറയേണ്ടതാണ്. ഇത് നമ്മൾ ഇങ്ങനെ വിശദീകരിക്കാൻ സമയമില്ല പ്രിയമുള്ളവരെ. 15 മിനിറ്റ് ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഇങ്ങനെ നമ്മൾ ദുർവ്യയം ചെയ്തുകൊണ്ട് ഭക്ഷണം ദൂർത്തടിക്കുമ്പോൾ, വിവാഹത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആരും അറിയില്ല, ചെമ്പ് കണക്കിന് ഭക്ഷണങ്ങൾ കുഴിച്ചു മൂടുകയാണ് ദിവസവും. എത്ര ഭക്ഷണങ്ങൾ. നമ്മൾ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം, 19 കുട്ടികളുള്ള സ്ഥാപനം ആലങ്കോടുണ്ട്, ഒരു അറബിക് കോളേജ്. ഈ സാധു അതിന്റെ പ്രവർത്തകനായിട്ടുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ 2 മണിയാവുമ്പോ വിളി വരും, ഒരു ചെമ്പ് ചോറ് ബാക്കിയുണ്ട്, കൊണ്ടുവരട്ടെ എന്ന്. അതിനു മുമ്പ് എന്റെ മകളുടെ കല്യാണത്തിന് അറബി കോളേജിലെ കുട്ടികൾക്കും കൂടി നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് മനസ്സുണ്ടാവൂല, അങ്ങനെ ആഗ്രഹിക്കുകയില്ല. പക്ഷെ ഭക്ഷണം ബാക്കി വരുമ്പോൾ വിളിക്കും, കൊണ്ടുവരട്ടെ എന്ന്. അവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടാവും കുട്ടികൾക്ക്, ഉച്ചത്തെയും രാത്രിത്തെയും ഭക്ഷണം. ഞങ്ങളത് വേണ്ടെന്ന് ഒഴിവാക്കാനേ പറ്റുകയുള്ളൂ, നമുക്കത് കൊണ്ടുവരാൻ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു അനുഭവമാണ്. ദിവസവും എല്ലാ ആഴ്ചകളിലും കല്യാണമുള്ള ദിവസങ്ങളിൽ പരിസരത്തുള്ള ഓഡിറ്റോറിയങ്ങളിൽ നിന്ന് വിളി വരുന്നതാ. അവർക്കറിയാമല്ലോ ഇത്ര പേര് ആളുകളെയാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്, ഇത്ര പേർക്കുള്ള ഭക്ഷണമാ. എല്ലാവർക്കും ഫ്രണ്ടിൽ വയറ് നിറയാനുള്ള ഭക്ഷണങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ഗ്രൗണ്ടിൽ ഒരുക്കി വെച്ചിരിക്കും. പിന്നെ എങ്ങനെയാണ് പിറകിൽ ഹാളിൽ കയറിയിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്? എങ്ങനെയാ? അപ്പോൾ അത് വേസ്റ്റാണ്, ബാക്കിയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വേസ്റ്റാക്കി കളയാ. കാണുന്ന ആളുകൾക്ക് അവർ പറയണം, അവന്റെ മോളെ കല്യാണം ഗംഭീരമായിരുന്നു, അവന്റെ മോന്റെ കല്യാണം ഗംഭീരമായിരുന്നെന്ന്. അതിന്റെ ഡെക്കറേഷനും അതിന്റെ ഫുഡും അതിന്റെ ഐറ്റംസ് ഒക്കെയും ഇത് പറയിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ പൊടിച്ചിട്ട് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന, അത് കുഴിച്ചു മൂടുന്നത് ദുനിയാവിലും ആഖിറത്തിലും കണക്ക് പറയേണ്ട കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ദൂർത്തടിക്കുമ്പോൾ, ഭക്ഷണം കുഴിച്ചു മൂടുമ്പോൾ, ഇത് എവിടേക്കെയോ ഉള്ള ലക്ഷങ്ങളായ ആളുകൾക്ക് പട്ടിണി, അവർ സ്വപ്നം കാണുന്ന ഭക്ഷണമാണ്, അവർ ഒരു നേരത്തെ കൊതിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഇങ്ങനെ വലിച്ചെറിയുന്നത്, പ്ലേറ്റിൽ ബാക്കി വെക്കുന്നത്, അത് നമ്മൾ കൊണ്ടുവന്ന് ഒഴിവാക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കായ ആളുകൾ, നിങ്ങൾ നോക്കി ഗസയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ ന്യൂസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗസയിലെ പട്ടിണി മരണം. 18 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവന്റെ ഉമ്മ എടുത്ത് തോളിനോട് ചേർത്ത് വെക്കുമ്പോൾ അവന്റെ എല്ലുകൾ ഉന്തി നിൽക്കുന്ന കാഴ്ച, കണ്ണുകൾ ഈറനണിയിച്ചു പോകില്ലേ? ആലോചിച്ച് നോക്കിയാൽ
വർഷങ്ങൾക്ക് നമ്മൾ സാധാരണ സോമാലിയയിലൊക്കെ ആയിരുന്നു പട്ടിണി മരണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നത്, പട്ടിണി കോലങ്ങളെ കുറിച്ച് കേട്ടിരുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് ഗസയുടെ തെരുവുകളിൽ നിന്ന് ദിവസം 100 കണക്കിന് കുഞ്ഞു മക്കൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുകയാണ്, തെരുവുകളിൽ ബോധരഹിതരായി വീഴുകയാണ്. വെടിയുതിർത്തിട്ട് കാലും കയ്യും നഷ്ടപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സ്ഥാനത്ത് ഇന്ന് പട്ടിണി കിടന്നിട്ട് ബോധരഹിതരായ മക്കളെയും വലിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചാനൽ പ്രവർത്തകർ പോലും ഭക്ഷണം കിട്ടാതെ ബോധരഹിതരായി വീണിട്ട് അവർക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെയും നമ്മളെ കണ്ണ് തുറപ്പിക്കേണ്ട സംഗതികളാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മളുടെ സഹോദരങ്ങളാണ്, അവരും മനുഷ്യരാൻ, അവരൊരു തെറ്റും ചെയ്തവരല്ല. ആലോചിച്ചു നോക്കിയാൽ ഹുമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം വ്യാജമായിട്ടുണ്ടാക്കിയ ഇസ്രായേലും അമേരിക്കയും കൂടി, എന്നിട്ട് അവർ കുറെ ചാക്ക് ഭക്ഷണങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഗസയിലെ പട്ടിണി കിടക്കുന്ന പാവം മക്കളെയും സ്ത്രീകളെയും അങ്ങോട്ട് വിളിക്കും. അവർ ഈ ഭക്ഷണം കാണിക്കുമ്പോൾ ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആ പട്ടിണിയുടെ വിളിയാളം കൊണ്ട് അതിന്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അവർക്കെതിരെ അവർ ഷൂട്ട് ചെയ്യുകയാണ് ഈ ഇസ്രായേലിന്റെ പട്ടാളം. ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പാത്രവുമായി നിൽക്കുന്ന മക്കളിലേക്ക് അവർ കൊണ്ടുനിന്ന് ചെയ്യുന്നതാണ് കുരുമുളകിന്റെ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. ആ ബോംബ് ഇവന്റെ തലയിൽ വന്ന് വീഴും, എനിക്കെതിരെ ഈ പട്ടാളം വെടി ഉതിർക്കുമെന്ന് കണ്ടിട്ടും ഭക്ഷണത്തിന് വേണ്ടി ആ വിശപ്പിന്റെ വേദന സഹിക്കവയ്യാതെ പൊന്നുമക്കൾ പാത്രവുമായി അവരുടെ മുന്നിലേക്ക് പോവുകയാണ്. ഇന്നലെ പഴയ കഥകളല്ല, ഇന്നും ഇന്നലകളിലും ഇപ്പോഴും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മളെ കണ്ണ് തുറപ്പിക്കണ്ടേ പ്രിയമുള്ളവരെ? ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാതെയാണ് ഈജിപ്തിലെ പാവങ്ങളായ അവർക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ കഴിയില്ല, അനുവദിക്കില്ല ഇസ്രായേൽ. അവർ എല്ലാ വാതിലുകളും അടച്ചു. അവർ ചെറിയ 1 ലിറ്ററിന്റെ ബോട്ടിലുകളിൽ കുപ്പികളിൽ ധാന്യങ്ങൾ ശേഖരിച്ചതിൽ നിറച്ചിട്ട് നല്ലതുപോലെ അതിന്റെ അടപ്പ് നല്ലതുപോലെ ടൈറ്റാക്കി അടച്ചിട്ട് അവിടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് എറിയുകയാണ്. ഇതെങ്കിലും ആ പാവപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈജിപ്തിലെ സാറ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റായ സഹോദരിയുടെ മനസ്സിൽ തോന്നിയതാണ് ആ ഒരു ആശയം. ആയിരക്കണക്കിന് കുപ്പികൾ മെഡിറ്ററേനിയൻ കടലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എത്തിയിട്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ ഈ കുപ്പിയിലെ ധാന്യം അവർക്ക് കാരണമാകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു കുറിപ്പും കൂടി റിസാലയായി മെസ്സേജായി കൊടുക്കുന്നുണ്ട്. ഗസയിലെ സഹോദരങ്ങളെ, നിങ്ങൾ ക്ഷമിക്കണേ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല എന്ന ആശയം കൂടി എഴുതിക്കൊണ്ട് അവരിലേക്ക് ആ കുപ്പികൾ നിറച്ച് ഒഴുക്കുകയാണ്. ഏറ്റം കിടക്കുന്ന നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മളുടെ വിവാഹ സൽക്കാരങ്ങളും വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളും ഭക്ഷണത്തിന്റെ ആർഭാടങ്ങളും ആഭാസങ്ങളും കാണിച്ചിട്ട് ആഘോഷിക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ, അവന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിനേക്കാൾ വലിയ ചടങ്ങാകണം, പരിപാടിയാകണം എന്റെ വീട്ടിൽ. എന്റെ പണത്തിന്റെയും എന്റെ സമ്പത്തിന്റെയും കൊഴുപ്പും ആർഭാടവും എന്റെ ഈ ചടങ്ങിൽ മറ്റുള്ളവർ കണ്ടിട്ട് പറയണമെന്ന നിലയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ സഹോദരങ്ങളാണ് ഗസയില് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മ, നമുക്ക് സ്വർഗത്തിൽ പോകാം ഉമ്മ, അവിടെയെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് ഒരു കുഞ്ഞു മകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പട്ടിണിയുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പറഞ്ഞത് പോയത്രേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മ, ഈ പട്ടിണി കിടന്ന് ഇവിടെ എന്തിനു ജീവിക്കണം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അതിന് ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ നെണ്ടിലേക്ക് ചെന്നാൽ അവർ നമ്മളെ കൊല്ലുമല്ലോ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന്. അത്രയും വലിയ കാഠിന്യതയാണ്, വിശപ്പാണ് ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ഓൺലൈനിലൊക്കെ ഒരുപാട് നല്ല യാഥാർത്ഥ്യ നിലയിലുള്ള സഹായഭ്യർത്ഥനുമായി നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ, നമ്മളുടെ മക്കളെ വിവാഹങ്ങളിൽ, നമ്മളുടെ വീട്ടിലെ ആർഭാടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അവർക്ക് നേരത്തെ ഭക്ഷണത്തിനുള്ള വകയെത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം അതായിരിക്കും. ഇതൊന്നുമില്ലാതെ നമ്മളുടെ നിസ്കാരം ആർക്ക് വേണം? അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി കൊടുക്കുന്നവരാ. നാളെ പരലോകത്ത് റബ്ബിന്റെ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ട് നീ എനിക്ക് എന്തെങ്കിലും തന്നോ എന്ന്. അപ്പൊ പറയും, അല്ലാഹുവേ, അന്ത റബ്ബുൽ ആലമീൻ, നീ സർവശക്തനായ നിനക്ക് ഞാൻ എന്ത് തരണമായിരുന്നു, നിനക്കെന്തിനാ ഭക്ഷണം? എടോ, നിന്റെ അയൽവക്കത്ത് അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള സഹോദരങ്ങൾ ഗസയിൽ പട്ടിണി കിടന്നുകൊണ്ട് മരിച്ചു വീഴുമ്പോൾ, ബോധരഹിതരായി വീഴുമ്പോൾ
അവരിലേക്ക് നീ തിരിഞ്ഞു നോക്കാതെ നീ സുജൂദിൽ കിടന്നു, നിന്റെ ജീവിതം അടിച്ചു പൊളിച്ചു. അന്ന് നീ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. പള്ളിക്കുള്ളിലല്ല ഞാൻ ഇരുന്നത്, ആ തെരുവുകളിൽ കിടന്ന് മരിച്ച പാവങ്ങളോടൊപ്പമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരോടുള്ള ഐക്യദാർഢ്യമായിട്ടെങ്കിലും നമ്മളുടെ ചടങ്ങുകൾക്കും ഞങ്ങളുടെ വിവാഹ സൽക്കാരങ്ങൾക്കും ഒതുങ്ങിയ നിലയിലുള്ള ആർഭാടങ്ങളും ആ നിലയിലുള്ള ചടങ്ങുകളും ആക്കി തീർക്കാൻ നമ്മളുടെ ഈമാൻ നമുക്ക് പ്രേരകമാറുമാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.